വി ഡി സതീശനും നരേന്ദ്രമോദിയുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുകൂടാതെ 26-ാം തീയതി ഒരു ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരുന്നു. ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അവരുടെ അന്വേഷണം തുടരാമെന്ന് പറഞ്ഞുകൊണ്ട് അത് CMRL കൊടുത്തിട്ടുള്ള ഒരു ഹർജിയിലാണ് ആ ഉത്തരവ് വന്നിട്ടുള്ളത്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ വീടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 14ഓളം സ്ഥലങ്ങളിൽ ഇന്ന് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോഴേക്കും ആ റെയ്ഡ് തീർന്നിട്ടുണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത്, ഇത് യഥാർത്ഥത്തിൽ പിണറായി വേട്ടയാണ്, CPM-നെതിരെയുള്ള പടയൊരുക്കമാണ് നടത്തുന്നത്. അല്ലാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ അഴിമതി തുടച്ചു മാറ്റണമെന്നും 1,72,00,000 രൂപ അഴിമതി പണം കൈപ്പറ്റിയിട്ടുള്ള, ഇനി വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും അങ്ങനെ സമ്മതിച്ചിട്ടുള്ള വീണ, അത് അഴിമതി പണം വൈറ്റായിട്ടൊക്കെ ആരെങ്കിലും കൈപ്പറ്റുമോ? ഇത്ര പണം കൂളായിട്ട് അല്ലാതെ കൊടുത്താൽ പോരെ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അത് മാസം 8 ലക്ഷം രൂപ തോന്നുന്ന ആലോചിക്കണം. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ പോലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത്, ഇതൊന്നും യഥാർത്ഥത്തിൽ ഇവരുടെ ഉദ്ദേശമല്ല. ഇവരുടെ ഉദ്ദേശം പിണറായി വിജയനെയും അതുപോലെ അതുവഴി CPM-നെയും തകർക്കുകയും നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഹിന്ദു വോട്ട് ബാങ്കുകൾ, പ്രത്യേകിച്ചും ഈഴവ OBC വോട്ട് ബാങ്കുകൾ, കേരളത്തിലെ 32%, 33% വരുന്ന 1 കോടിയിലധികം വരുന്ന ആ വോട്ട് ബാങ്കുകൾ മുഴുവനായും മേടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിനും അതുപോലെ മറ്റ് പല ആളുകൾക്ക് സംഭവിച്ചതുപോലെ പിണറായി വിജയൻ്റെ ജയിലിലടക്കാൻ യഥാർത്ഥത്തിൽ യാതൊരു വകുപ്പുമില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോലും വകുപ്പില്ല, അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ പോലും വകുപ്പില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. കാരണം ഈ കേസ് എന്ന് പറയുന്നത് SFIO എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഒക്കെ നടത്തുന്നത് പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണ വിജയൻ്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയുടെ ഡീലിങ്സുമായി ബന്ധപ്പെട്ടാണ്. അതിന് അവരെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവരെ വിളിച്ച് ഇനിയിപ്പോൾ റെയ്ഡ് നടത്തണമെങ്കിൽ തന്നെ ഈ കേസ് വന്നപ്പോൾ തന്നെ റെയ്ഡ് നടത്താവുന്ന ആവശ്യമുള്ളൂ. അതൊന്നും ചെയ്യാതെ വർഷങ്ങൾക്ക് ശേഷം, ഈ കേസ് 2021 മുതലുള്ളതാണ്, ആ കേസ് നടത്താതെ 5 കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലും വീടുകളിലും ഒക്കെ റെയ്ഡ് നടത്തിയിട്ട് വിലപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉഡായിപ്പ് റെയ്ഡ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 5 കൊല്ലങ്ങൾ കൊണ്ട് ഇവിടുത്തെ പ്രോ സംഘപരിവാർ സോഷ്യൽ മീഡിയ ചാനലുകൾ പ്രിയപ്പെട്ട സഖാക്കളുടെ അടക്കം മനസ്സിലേക്ക് കുത്തിവെച്ച പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു മുതലാളിത്തത്തിൻ്റെ പ്രതീകമാണെന്നും ധിക്കാരിയും അഹങ്കാരിയുമാണെന്നും അദ്ദേഹം CPM-നെ ഒരു വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അത്തരത്തിലുള്ള ഒരു നെറേറ്റീവ് നിങ്ങളുടെ തലകളിലേക്ക് കയറ്റിയതിൻ്റെ യഥാർത്ഥത്തിൽ ഒരു ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഒരു മൂവ് കൂടിയാണ് നടക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ BJPക്ക് 3 സീറ്റുകളുണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷത്ത്. അടുത്ത തവണ അത് 25-ഓ 30-ആയോ വളരുകയും അല്ലെങ്കിൽ ഭരണം പിടിക്കാവുന്ന ലെവലിലേക്ക് BJP എത്തുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കോൺഗ്രസ് തകർന്നാൽ അവർക്കൊരിക്കലും ഭരണം കിട്ടില്ല. കാരണം കോൺഗ്രസിൻ്റെ കയ്യിലുള്ള വോട്ടുകൾ അല്ലെങ്കിൽ UDFൻ്റെ കയ്യിലുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന 46% വരുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റികളുടെ വോട്ടാണ്. ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളുടെ വോട്ടിൽ ഏതാണ്ട് ഒരു കഴിഞ്ഞ തവണ 34-35% വോട്ടുകളും കൃത്യമായി കിട്ടിയിട്ടുള്ളത് UDFനാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ ബാക്കി വരുന്ന ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി പോലെയുള്ള കമ്മ്യൂണിറ്റികളുടെ ഒരു 10-14% വോട്ടുകൾ, 10-13% വോട്ടുകൾ മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള വോട്ടുകൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന 56%-ൽ ബാക്കിയുള്ള മഹാഭൂരിപക്ഷം വോട്ടുകളും കിട്ടിക്കൊണ്ടിരിക്കുന്ന CPM-നെ തകർക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അങ്ങനെ തകർക്കണമെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ്, നിങ്ങളുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ കൃത്യമായി ഇതാ ഒരു അഴിമതി കേസിൽ കൂടി അകത്താകാൻ പോകുന്നുവെന്ന് പറയുന്ന ഭയവും അത്തരത്തിലുള്ളൊരു നരേറ്റീവ് ബിൽഡിംഗ് കൂടി നടത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ട സഖാക്കളൊന്ന് ആലോചിച്ച് നോക്കണം. BJPയുമായി ഡീലുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ആർക്ക്? പിണറായി വിജയനും അതുപോലെ മുഖ്യമന്ത്രിക്കും. നമ്മളടക്കം പലരും അത്തരത്തിൽ തെറ്റിദ്ധരിച്ചു പോയ ആളുകളാണ്. തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടും അതുപോലെ PM ശ്രീ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടും മറ്റ് നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഡീലുണ്ടെന്ന് പറയുകയും രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ മാത്രം അറസ്റ്റ് ചെയ്യാത്തത്, തൊടാത്തത് എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുകയും അതിൽ അവർ വിജയിച്ചു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ സഖാക്കളായിട്ടുള്ള ആളുകൾ പോലും അതിന് കൂട്ടുനിന്നു എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. യഥാർത്ഥത്തിൽ പിണറായി വിജയനെ ഇത്തരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഖാക്കളൊക്കെ തയ്യാറായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ ഒറ്റക്കല്ല,
CPM മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം തന്നെ തകർന്നു പോവുകയും ബംഗാളിലും അതുപോലെ ത്രിപുരയിലുമൊക്കെ കണ്ടതുപോലെ ഫോർവേഡ് ബ്ലോക്കും CPIയും അതുപോലെയുള്ള പാർട്ടികളും ഒക്കെ തന്നെ നാമാവശേഷമാവുകയും ചെയ്യും. ഇവിടെ ഫോർവേഡ് ബ്ലോക്ക് ഇല്ല, പക്ഷേ CPI അടക്കം RSP അടക്കമുള്ള നിരവധി പാർട്ടികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ പാർട്ടികൾ ഒന്നടക്കം ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് CPMൻ്റെ സഖാക്കളോട് മാത്രമല്ല, CPMൻ്റെയും RSPയുടെയും CPIയുടെയും അതുപോലെ തന്നെ എല്ലാ ഇടതുപക്ഷ മനസ്സുള്ള ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കേസുകളിൽ ഈ റെയ്ഡിനെതിരെ പ്രക്ഷോഭം ഉയർത്തുകയും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ CPM അസ്തമിക്കുകയും ആ സ്ഥാനത്തേക്ക് BJP വളർന്നു വരികയും കുറച്ച് കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ പോലും അപ്രമാദിത്വം ഇല്ലാതാവുകയും കോൺഗ്രസ് കുറച്ച് നാൾ കൂടി പിടിച്ചു നിൽക്കുകയും പക്ഷെ അതിന് പകരം മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള നിരവധി പാർട്ടികൾ വലിയ തോതിൽ ഉയർന്നു വരികയും രണ്ട് തരത്തിലുള്ള കക്ഷികൾ മാത്രമായി കേരളം അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ അവസാനിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു 16% ഒരു 5-6% വോട്ടുകൾ കൂടി ഇപ്പുറത്തേക്ക് നേടാൻ കഴിഞ്ഞാൽ ഇപ്പം തന്നെ 54% ഹിന്ദു സമുദായത്തിൻ്റെ ഒപ്പം ഏതാണ്ട് ഒരു 5-8% വോട്ടുകൾ കൂടി കിട്ടുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഹിന്ദുക്കളുടെ മുഴുവൻ വോട്ടും എന്തായാലും BJPക്ക് കിട്ടില്ല, അപ്പം അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ ഒരു 40% വോട്ടുകൾ കിട്ടുകയും ഒരു 48% അപ്പുറത്തുനിന്ന് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി 8% കിട്ടുകയും ചെയ്താൽ ഒരു 48-50% വോട്ടുകൾ നേടി അധികാരത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു കക്ഷിയായി BJPക്ക് മാറാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇത് പ്രോ സംഘപരിവാരം BJPയുടെ മാത്രം ഒരു അജണ്ടയോ പ്ലാനോ അല്ല പിണറായി വിജയനെ വീഴ്ത്തുക എന്നുള്ളത്. അത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള SDPI പോലെയുള്ള PFI പോലെയുള്ള സംഘടനകളിലൂടെ പ്ലാനാണ്. എന്താണ് കാരണം? ഇത്തരത്തിൽ BJPയും പ്രോ സംഘപരിവാറും ഇപ്പോഴത്തെ ശക്തിപ്പെടുമ്പോൾ മാത്രമേ അവർക്ക് 0.5% പോലും വോട്ടില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ കക്ഷികൾക്കും ശക്തിപ്പെടാൻ കഴിയൂ. ഇപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ രണ്ട് കക്ഷികളും, ഈ രണ്ട് സംഘപരിവാർ ആളുകളും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ചാനലുകളായിട്ടുള്ള മീഡിയ വണ്ണുമൊക്കെ തന്നെ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ട് പിണറായി വിജയനെതിരെ പടയൊരുക്കം നടത്തുന്നത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. അത് യഥാർത്ഥത്തിൽ വളരെ കുറച്ച് സഖാക്കൾ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അത് സഖാക്കളിൽ ഒരാളുടെ പേര് PA മുഹമ്മദ് റിയാസ് എന്നാണ്. അദ്ദേഹം മരുമകനായതുകൊണ്ടല്ല, അദ്ദേഹം ഇന്ന് വളരെ കൃത്യമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത്, വളഞ്ഞിട്ടടിച്ചോളൂ പക്ഷേ കീഴടങ്ങില്ല, ഞങ്ങൾ കുമ്പിടില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ എത്രയൊക്കെ തന്നെ വളഞ്ഞിട്ടടിച്ചാലും ഗോൾവാൾക്കറുടെ മുമ്പിൽ വിളക്ക് കത്തിക്കാനും അതിനുവേണ്ടി പറയുന്ന പോലെ 90 ഡിഗ്രി ചരിയാനും ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. 45 ഡിഗ്രി നടുവ് വളക്കാനും ഒക്കെ സഖാക്കളായിട്ടുള്ള നമ്മൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാൽ, ഞാനൊരു സഖാവോ CPM മെമ്പറോ ഒന്നുമല്ല, പക്ഷെ ഒരു ഇടതുപക്ഷം മനസ്സുള്ള ഒരാളാണ്. അത്തരത്തിൽ മനസ്സുള്ള ആളുകളൊക്കെ കൂടി തീരുമാനിച്ചിറങ്ങിയാൽ ഉറപ്പായിട്ടും CPMനെ തകർക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടി ഈ പറഞ്ഞ പോലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രചരണത്തിൽ കുടുങ്ങി അപ്പുറത്തേക്ക് മാറി നിൽക്കുകയും ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയുള്ള പോരാട്ടമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കൈവിടാനും തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഇവിടെ CPM ഇല്ലാതാവുകയും നാളെ ഈ പറയുന്ന പോലെ BJP എന്ന് പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയ ശക്തികൾക്ക് വലിയ പ്രാമുഖ്യമുണ്ടാവുകയും ഭാവിയിലേക്ക് കോൺഗ്രസും ഇല്ലാതാവുകയും പകരം മതസംഘടനകൾ, മതരാഷ്ട്രവാദക്കാർ മാത്രം തിങ്ങി നിറയുന്ന ഒരു കേരളം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളിത് കേട്ടില്ലെങ്കിൽ പിണറായിയെ ജയിലിലടക്കും CPM തകരും. അതല്ല, പിണറായിയെ ജയിലിലടച്ചാലും വീണ വിജയനെ ജയിലിലടച്ചാലും അതിനേക്കാൾ വലിയ പ്രൊട്ടസ്റ്റും പ്രതിഷേധവും ഇവിടെ ഉണ്ടാകുമെന്നും അത് യഥാർത്ഥത്തിൽ CPMനെ നിലനിർത്താൻ സഹായിക്കുമെന്നും വലിയ തോതിലുള്ള വികാരം CPMനും പിണറായിക്ക് അനുകൂലമായിട്ട് ഉണ്ടാകുമെന്നും ബോധ്യപ്പെട്ടാൽ അവർ പിന്നെ ഒരാളെയും തൊടില്ല, ജയിലിലും അടക്കില്ല. കാരണം അവരുടെ പ്രശ്നം അഴിമതിയല്ല. കാരണം 30,000 കോടി രൂപയിലധികം അഴിമതി നടത്തിയ അജിത് പവാർ അവരുടെ ഒപ്പം ചേർന്നപ്പോൾ കേസില്ലാതായത് നമുക്കറിയാം. സുവേന്ദു അധികാരി അവരുടെ ഒപ്പം ചേർന്നപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും CBIയുടെയൊക്കെ അന്വേഷണം നിർത്തിയത് നമുക്കറിയാം. ഹിമന്ത ബിശ്വ ശർമ്മ അവരുടെ ഒപ്പം ചേർന്നപ്പോൾ എല്ലാ പരാതികളും കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾക്ക് ഇല്ലാതായത് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കൾ മനസ്സിലാക്കേണ്ടത്, ഇത് CPM നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനും ഇതിനെ ഈ പറയുന്ന പോലെ പിണറായി വിജയനെയും കുടുംബത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യാനും CPMനെ ചേർത്ത് പിടിക്കാനും നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ വരാനിരിക്കുന്നത് മതരാഷ്ട്രവാദക്കാർ മാത്രമുള്ള ഒരു കേരളമാണെന്ന് മറന്നു പോകരുത്.